ഏവർക്കും എൻ്റെ നമസ്കാരം. വീടെന്ന് പറയുന്നത് എല്ലാവരുടെയും സ്വപ്നമാണ്. പ്രത്യേകിച്ച് പാവപ്പെട്ടവരെ സംബന്ധിച്ചോളം ചെറിയ പലിശയ്ക്ക് വീട് വയ്ക്കുവാൻ ലോൺ കിട്ടുമെന്ന് പറഞ്ഞാൽ ആകർഷിക്കപ്പെടും. ഇതിലെ ആളുകളുടെ പേരും ഒന്ന് മാറ്റി പറയുകയാണ്. ആലീസ് എന്ന് പറഞ്ഞൊരു സ്ത്രീ പാവപ്പെട്ട കുടുംബത്തിലെയാണ്. ഭർത്താവും മക്കളും എടുത്ത് കഴിയുന്നു. ഒരു ദിവസം അവളുടെ കൂട്ടുകാരി അവളെ ഫോണിൽ വിളിച്ച് പറയുകയാണ്, ഒരു റിസോർട്ട് ജോലിക്ക് വേക്കൻസി ഉണ്ട്, തനിക്ക് പരിചയമുള്ള ഒരാളാണ്, ഞാൻ തന്നെ ഫോണിൽ കൂടെ ബന്ധപ്പെട്ട് പരിചയമുള്ള ആളാണ്, അയാൾ നിന്നെ വിളിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ആലീസിനെ ഒരാൾ ഫോണിൽ വിളിക്കുകയാണ്. അയാൾ പരിചയപ്പെടുന്ന അയാളുടെ പേര് മനു എന്നാണ്. മനു പരിചയപ്പെടുത്തി പറഞ്ഞു, ഇങ്ങനെ റിസോർട്ടിൽ ഇങ്ങനൊരു വേക്കൻസി ഉണ്ട്, ഫ്രണ്ട് ഓഫീസിൽ ഇരുന്നാൽ മതി, അത്യാവശ്യം നല്ല സാലറി കിട്ടുമെന്ന്, വരാൻ താല്പര്യമുണ്ടെന്ന് ചോദിച്ചു. അവൾ ഭർത്താവുമായിട്ടൊക്കെ ആലോചിച്ച ശേഷം പറഞ്ഞ് ജോലിക്ക് വരാമെന്ന് പറഞ്ഞു. ഇന്ന ദിവസം ചെല്ലാൻ പറഞ്ഞ് ആ ദിവസമായപ്പോൾ അയാൾ വിളിച്ച് തൽക്കാലം കുറച്ച് ദിവസം വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അടുത്ത ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ കൂട്ടുകാരിക്ക് ഞാനൊരു ഹൗസിംഗ് ലോൺ റെഡിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു. അത് വളരെ ചെറിയ പലിശ, 2% മാത്രമേ ബാങ്ക് പലിശയുള്ളൂ, 10 ലക്ഷം രൂപ ലോണ് കിട്ടും. പക്ഷേ അവരുടെ പെരുമാറ്റം നന്നായിട്ട് തോന്നില്ല. നിങ്ങളുമായിട്ട് സംസാരിച്ചപ്പോൾ നിങ്ങൾ വളരെ നല്ല മര്യാദ സ്ത്രീയായിട്ടാണ് തോന്നുന്നത്. അതുകൊണ്ട് വേണമെങ്കിൽ വീട് വെക്കുവാനുള്ള 10 ലക്ഷം രൂപ ലോൺ നിങ്ങൾക്ക് റെഡിയാക്കി തരാം എന്ന് പറഞ്ഞ് ഈ സ്ത്രീയെ വിശ്വസിച്ചു. സ്ത്രീ ഭർത്താവ് ആലോചിച്ച് ലോൺ എടുക്കാം. അപ്പോൾ എവിടെ നിന്നാണ് ലോൺ കിട്ടുന്നത്? നിങ്ങൾ കാര്യം ചെയ്യണം, നിങ്ങൾ എറണാകുളം വരെ വരണം, അവിടെ ബാങ്കിലൊരു പുതിയ അക്കൗണ്ട് എടുക്കണം, അതിനുശേഷം മാത്രമേ ലോൺ കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അവരോട് പറയുന്നത് 10 ലക്ഷം രൂപ ലോണിക്ക് ചെറിയ പലിശയുള്ളൂ, ഓരോ മാസം 6000 രൂപ വെച്ചാണ് അടയ്ക്കേണ്ടത്, ആദ്യത്തെ 3 തവണത്തെ ഇൻസ്റ്റാൾമെൻറ്റ് അഡ്വാൻസ് അടയ്ക്കണമെന്ന് പറഞ്ഞു. ഇവർ പറഞ്ഞ ഈ മനു പറഞ്ഞനുസരിച്ച് അവർ എറണാകുളത്ത് ബാങ്ക് അക്കൗണ്ടിൽ ചെന്നപ്പോൾ ഒരു സുമൂനായ ചെറുപ്പക്കാരൻ അവരെയും കൂട്ടി ഫെഡറൽ ബാങ്കിൻ്റെ ശാഖയിൽ കയറി മാനേജരെ കണ്ടു, അക്കൗണ്ട് ഓപ്പണിൻ്റെ കാര്യം പറഞ്ഞു. അപ്പോൾ മാനേജർ അവരോട് ചോദിച്ചു, നിങ്ങളുടെ വീട് അങ്ങ് ദൂരെയല്ലേ, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇവിടെ വന്ന് അക്കൗണ്ട് എടുക്കുന്നത് ചോദിച്ചു. പറഞ്ഞു. എന്നാൽ മനു എന്ന ആൾ പറഞ്ഞു, ഇവരെൻ്റെ റിസോർട്ട് ജോലി ചെയ്യുകയാണ്, ഇവർ റിസോർട്ട് ജോലി ചെയ്യുമ്പോൾ ഇവർക്ക് ഇവിടെ ഒരു അക്കൗണ്ട് ആവശ്യമുള്ളതാണ് എന്ന് പറഞ്ഞു. അക്കൗണ്ട് എടുത്ത് ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു, 3 പ്രാവശ്യത്തെ ഇൻസ്റ്റാൾമെൻറ്റ് ഒരുമിച്ച് അടയ്ക്കേണ്ടതുണ്ട്, നിങ്ങൾ 18000 രൂപ തരണമെന്ന് പറഞ്ഞു. അവർ 18000 രൂപ കൊടുത്തു. അവർ അവിടെ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന 1 മണിക്കൂർ കഴിഞ്ഞ് പറഞ്ഞു, നിങ്ങൾ 2500 രൂപയും കൂടെ ആ അക്കൗണ്ട് ചേർത്തപ്പോൾ ഞാൻ അടച്ചിരുന്നു, അതിൻ്റെ 2500 ഇട്ട് തരാൻ പറഞ്ഞു. അവർ 2500 രൂപ ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തു. അപ്പോൾ ഒരാഴ്ചക്കുള്ളിൽ ലോൺ ശരിയാകുമെന്ന് പറഞ്ഞാണ് വിടുന്നത്. ഒരാഴ്ച എടുക്കാറായപ്പോൾ അയാൾ വീണ്ടും വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾ അക്കൗണ്ടിൽ ഇട്ട പൈസ ട്രാൻസാക്ഷൻ നടക്കുന്നില്ല, അത് എടുക്കണമെങ്കിൽ ഞാൻ എൻ്റെ അക്കൗണ്ടിൽ ഇട്ട ട്രാൻസാക്ഷൻ ശരിയാകുന്നില്ല, അതുകൊണ്ട് വീണ്ടും ഒരു 18000 ഇട്ട് കഴിഞ്ഞാൽ മാത്രമാണ് ലോൺ സാങ്ഷനായി കിട്ടുകയുള്ളൂ, അത് ഉടനെ അതിന് പൈസ കിട്ടുമെന്ന് പറഞ്ഞ് ഇവരെ വിശ്വസിപ്പിച്ചു. സത്യത്തിൽ ആ സ്ത്രീകളിൽ പണമില്ല ഈ വീണ്ടും 18000 അടക്കാൻ. അവർ മറ്റു പലയിടത്തും വായ്പയൊക്കെ മേടിച്ച് വീട് വെക്കാനുള്ള മുഖം കൊണ്ട് 18000 ഇട്ട് കൊടുത്തിട്ട് ഒരാഴ്ചക്കുള്ളിലാവുമെന്ന് പറഞ്ഞ് വീണ്ടും വിളിക്കും. പറഞ്ഞു, ക്യാഷായിട്ട് എൻ്റെ കയ്യിൽ പൈസ കിട്ടിയിട്ടുണ്ട്, നിങ്ങളൊരു കാര്യം ചെയ്ത് ഞാൻ ആ പണം തരാം, നിങ്ങൾ കോട്ടയം വരെ വരാൻ പറഞ്ഞു. ഇവർ കോട്ടയത്ത് ഭാര്യയും ഭർത്താവ് അവിടെ ചെന്നിട്ട് വിളിക്കുമ്പോൾ പറയുന്നത്, ഞാനിപ്പോൾ അല്പം വേറൊരു സ്ഥലത്താണ്, അവർ കുമരകത്ത് ആണ് നിൽക്കുന്നത്, അങ്ങോട്ട് വരാൻ പറഞ്ഞു. അവരൊട്ടുന്ന അവരപ്പോൾ ഒരു ഓട്ടോയൊക്കെ വിളിച്ച് കുമരകത്ത് ഇവർ പറഞ്ഞ റിസോർട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അങ്ങനെ ഒരാളില്ല, ആരവിടെ മുറിയെടുത്തിട്ടില്ല, ഫോൺ വിളിക്കും സ്വിച്ച് ഓഫാണ്. ഇപ്പോൾ പിന്നെ അവർ എന്നോട് വിളിക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, അവർ തട്ടിപ്പിൽ പെട്ടു എന്ന് മനസ്സിലായി. അവരടുത്ത ദിവസം എന്നെ വിളിച്ച് ഞാൻ പറഞ്ഞു, നിങ്ങൾ പെട്ടെന്ന് തന്നെ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കുവാൻ ആ സ്ത്രീയെ ഉപദേശിച്ചു. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ അനുഭവങ്ങൾ പങ്കുവച്ചു വരുന്നത് കാരണം ഇന്ന് ഓൺലൈൻ തട്ടിപ്പിൻ്റെയും ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. വ്യത്യസ്ത രീതിയിലാണ് തട്ടിപ്പുകൾ നടക്കുന്നത്. ഇന്ന് പാവപ്പെട്ട സ്ത്രീകളെയൊക്കെ വിളിച്ച് വീടൊക്കെ ആൾക്കാർക്ക് സ്വപ്നമാണ്, ലോൺ തരപ്പെടുത്തരാമെന്ന് പറഞ്ഞ് അത് ബാങ്കിൽ അക്കൗണ്ട് എടുപ്പിക്കാമെന്ന് പറഞ്ഞ് പല സ്ഥലങ്ങളിലേക്ക് വിളിച്ച് വരുത്തി അവരുടെ പേരിൽ അക്കൗണ്ടൊക്കെ എടുത്തിട്ട് അവരുടെ ആ ചെറിയ പണമൊക്കെ ചതി ചെയ്ത് കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ കൂടുകയാണ്. ഓൺലൈൻ തട്ടിപ്പിൻ്റെ രീതികൾ ഇത് ഏറ്റവും പുതിയ രീതിയിൽ ഒരെണ്ണം വന്നിരിക്കുന്നതാണ്. വെർച്വൽ അറസ്റ്റും സ്ത്രീകൾക്ക് ലോൺ കൊടുക്കാമെന്ന് പറഞ്ഞു, പഠനത്തിനാണെന്ന് പറഞ്ഞു, അങ്ങനെ തട്ടിപ്പുകൾ വിവിധ രീതിയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ആര് നമുക്ക് ചെറിയ പലിശയ്ക്ക് പൈസ തരാമെന്ന് പറഞ്ഞാലും ഏത് ബാങ്കിലാണെന്ന് പറഞ്ഞാലും നിങ്ങളവിടെ ചെല്ലുമ്പോൾ ബാങ്ക് മാനേജറുടെ വ്യക്തമായി സംസാരിക്കുക, എന്നെ കൂട്ടിക്കൊണ്ട് വന്നിരിക്കുന്നത് ഞാൻ ലോൺ തരാൻ വേണ്ടിയാണെന്ന് പറയുക. ഒരിക്കലും ബാങ്ക് മാനേജർ നമ്മളെ പറ്റിക്കത്തില്ല. അപ്പം നമ്മൾ ഈ തട്ടിപ്പ് സംഘങ്ങൾ ബാങ്കിൽ വരുമ്പോൾ ബാങ്കിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ നമ്മൾ ശരിയാണ് എന്ന് വിശ്വസിച്ചു പോകും. മറ്റൊരാൾക്ക് ഈ അനുഭവം ഉണ്ടാകാതിരിക്കുവാൻ വേണ്ടി ഇത് ശരിയെന്ന് തോന്നുന്നവർ പരമാവധി ആളുകളിലേക്ക് ഈ മെസ്സേജ് എത്തിക്കുമല്ലോ. നന്ദി.